ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള ഒരു നാടൻ രീതിയിൽ കോവയ്ക്ക ഉപ്പേരി വയ്ക്കാനായിട്ടാണ്. അപ്പോൾ ഞാൻ 3-4 രീതിയിൽ കോവയ്ക്ക വെക്കാറുണ്ട്. കോവയ്ക്കായിട്ട് മുട്ടക്കറി വെക്കാറുണ്ട്, പിന്നെ കോവയ്ക്കും തക്കാളിയും കൂടി മീൻ കറി വെക്കാറുണ്ട്, പിന്നെ കോവയ്ക്ക വറുക്കാറുണ്ട്, പിന്നെ കോവയ്ക്ക നാളികേരമിട്ട് തോരൻ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറി ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ മാത്രം മതി ഇതിന്. സവാള വേണം, പച്ചമുളക് വേണം, പിന്നെ കോവയ്ക്ക നീളത്തിലരിഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള കോവയ്ക്ക എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രുചി ഉണ്ടാവും കേട്ടോ. കടയിൽ നിന്ന് വാങ്ങണ കോവയ്ക്ക മിക്കതും വാടിയതാണ് കിട്ടാറുള്ളത്. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ കുറേ കോവയ്ക്ക ഉണ്ടാവണവരോട് കോവയ്ക്ക തന്നെയായിരിക്കും കേട്ടോ മിക്ക ദിവസവും നമുക്ക് കറി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കോവയ്ക്കും ഇതൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുകും വറ്റമുളകൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്വാദാട്ടോ നമ്മുടെ കറിക്ക്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാള മൂളാണ് ഇതിലേക്ക് എടുത്തിട്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് സവാളയുടെ നടുക്കിലൊരു കട്ടിയുള്ള ഭാഗമില്ല, അത് ഇതിലേക്ക് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഞാനതെടുത്ത് മാറ്റി കേട്ടോ. ഇനി നമുക്ക് സവാള വഴന്ന് വരാനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. വഴന്ന് വരാറാണെങ്കിൽ മുന്നേ നമുക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ പച്ചമുളകിന് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3 എടുത്തിട്ടുണ്ടായിരുന്നത്. എരിവ് കറിക്ക് നല്ലതാണ് കേട്ടോ. അങ്ങനെ നന്നായി വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് പൊടികളിട്ട് കൊടുക്കാം കേട്ടോ. പൊടികളെന്ന് പറയുന്നത് നമ്മൾ സാധാ പൊടികൾ തന്നെ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഞാൻ പിന്നെ കൂടുതലായിട്ട് ചെറിയതായിട്ട് ഒന്ന് മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോമ്പൊക്കെ ആയ കാരണം കൊണ്ട് ഇറച്ചി മീനൊന്നും ഇല്ലാത്ത കാരണം മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മണത്തൊക്കെ രുചി ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കോവയ്ക്ക അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. കോവയ്ക്ക നീളത്തിലേക്ക് കനം കുറച്ചിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. കോവയ്ക്കയും കൂടി ഇട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ആ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞ് വെച്ചിട്ട് നമുക്കത് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. അപ്പോൾ ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വേണ്ട കുറച്ച് വെളിച്ചെണ്ണ മുകളിൽ കൂടെ ഇങ്ങനെ തൂക്കി കൊടുക്കാം കേട്ടോ ഇടയ്ക്ക്. കോവയ്ക്ക നന്നായിട്ട് വെന്ത് പോകരുത്, നമുക്കൊന്ന് കടിക്കാൻ പറ്റുന്ന ഒരു ഇതിൽ വേണം കേട്ടോ നമ്മൾ എടുക്കാനായിട്ട്. അങ്ങനെ മൂടി വെച്ചും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അതുകൊണ്ട് കോവയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ എന്തെങ്കിലും ചാറ് കറിയൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടി കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ.